എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ കടന്ന് കാറി വിളിക്കുന്നത്? പറയുന്നത് കേട്ടാ തോന്നും അവരെനിക്ക് മാസാമാസം ഓരോ ലക്ഷം രൂപയാ ശമ്പളം തരുന്നതെന്ന്. ശമ്പളം തരാൻ നേരം വേറൊരു സ്വഭാവം, അല്ലാത്തപ്പോ വേറൊരു സ്വഭാവം. എന്തൊരു ജന്മമായി വിറ്റാ. ഞാനിതാ ഇതെടുത്ത് തലക്ക് എറിഞ്ഞ കാണാം കേട്ടോ. കൊറേ നേരമായി ഞാൻ സഹിക്കുന്നു. എന്തിനാ തള്ളയും മക്കളും കിടന്ന് കാറി വിളിക്കുന്നത്? മോൾക്കറിയാവോ? നിനക്ക് എന്താ അറിയാന്ന കൊച്ചേ? എന്തിനാ കൊച്ചമ്മ ഇങ്ങനെ കടന്ന് കാറി വിളിക്കുന്നത്? ഉച്ചക്കത്തിനുള്ള ഫുഡ് ഉണ്ടാക്കുകയായിരുന്നു ഞാൻ അടുക്കളയില്. പിന്നെന്താ? നീ എന്തുകൊണ്ടാ ഉണ്ടാക്കിയത്? എന്റെ മക്കൾക്ക് നേർന്നു, എനിക്ക് നേർന്നു. നീ സൂക്ഷിച്ചല്ലേ ജോലി ചെയ്തത്? നീ എന്താ അബദ്ധമാണ് ഇതിൽ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഞാനൊന്നും കാണിച്ചില്ലല്ലോ കൊച്ചമ്മേ. നിങ്ങൾക്ക് നേരെ തന്നെയാ ഞാൻ ഉണ്ടാക്കി തന്നേക്കുന്നേ. പോ, പെട്ടെന്ന് പോയി വെള്ളം എടുത്തു കൊണ്ടുവാ. ഞങ്ങളുടെ മുഖം ഒന്ന് വാഷ് ചെയ്യണം. നന്നായി നേർന്നുണ്ട്. കൊച്ചമ്മേ, അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മുഖം വാഷ് ചെയ്യാനാ? തറയിലൊക്കെ പോവില്ലേ? കൊച്ചമ്മ ബാത്റൂമിൽ പോയാ പോരെ? അധിക പ്രസംഗി, എന്നെ പഠിപ്പിക്കാൻ വരുന്നോ? പോ,
ജോലി. വേഗം എടുത്തു കൊണ്ടുവാ. എന്റെ മുഖം ഒന്ന് കഴുകട്ടെ, എന്നിട്ട് നിനക്ക് ബാക്കി. നീ എന്താണ് അതിൽ ചേർത്തിരിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. അയ്യോ, ലീലയടുത്തേക്ക് പണിയാവോ? ഞാനെന്ത് ചേർക്കാനാ? സാധാരണ അതൊക്കെ തന്നെയാ മുഖത്തിടാറ്. ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്തിടാനാ? എന്തൊക്കെ ഇട്ടാലും അവനവന്റെ മുഖം എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെയാവും ഉണ്ടാവുന്നത്. അതിനൊക്കെ എന്റെ മുഖം നോക്ക്. ഞാൻ എന്തെങ്കിലും തേച്ചിട്ടാണോ ഇത്രയും സൗന്ദര്യം? ഓ, പാവത്തിങ്ങൾക്ക് ഇത്രത്തോളം സൗന്ദര്യം പാടില്ല. എന്റെ മുഖത്തിന് ഇത്തിരി സൗന്ദര്യം കൂടിപ്പോയി. അതാ എല്ലാവർക്കും എന്നോട് ഇത്ര ശത്രുത. കഴിഞ്ഞ വീട്ടിൽ ജോലിക്ക് പോയപ്പോഴും അവിടത്തെ കൊച്ചമ്മക്ക് എന്നെ തീരെ കണ്ണെടുത്ത് കണ്ടൂടായിരുന്നു. കാരണം എന്താ? പിന്നീട് അന്വേഷിച്ചപ്പോഴല്ലേ അറിഞ്ഞത് എന്റെ സൗന്ദര്യമാണത്രേ അവരുടെ പ്രശ്നം. ഈശ്വരാ, ഈ പാവത്തുങ്ങൾക്ക് ഇത്രത്തോളം സൗന്ദര്യം തരണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് വെള്ളം കൊണ്ടുവന്ന് തരാതെ അവളെ ഇവിടുന്ന് പിണങ്ങിപ്പോയാലേ നമുക്ക് മൊത്തത്തിൽ പണി കിട്ടും. അത് ശരി ആന്റി, നമുക്കിപ്പോ മിണ്ടാതിരിക്കുന്നതാ ബുദ്ധി.